ഏറ്റവും ലളിതമായ വെറും 3 സ്റ്റെപ്പുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് വായിച്ച മനസ്സിലാവാനും കേട്ട മനസ്സിലാക്കാനും എഴുതാനും സംസാരിക്കാനുള്ള നമ്മുടെ ഏറ്റവും ലളിതമായ ഭാഷാ പരിശീലന പദ്ധതി ഈസി ഇംഗ്ലീഷ് ഫോർ ദി കോമൺ മാൻ. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഏതാനും ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചു, ഒപ്പം നമ്മൾ ഏതാനും വെർബുകൾ പഠിച്ചു, അഥവാ പ്രവൃത്തി സൂചിപ്പിക്കുന്ന വാക്കുകൾ പഠിച്ചു. പിന്നെ നമ്മൾ അതിനെ ഒരു വെർബിനെ എടുത്തിട്ട് 12 ആശയങ്ങളാക്കാൻ പഠിച്ചു. ഒപ്പം ഏത് വെർബ് കിട്ടിയാലും ആശയങ്ങളാക്കാനായിട്ട് 12 തരം ആശയങ്ങളാക്കാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്കൊരു ലെവൽ ടെസ്റ്റ് നടത്തിയാലോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് ഓർത്ത് നോക്കുക, നമുക്ക് എന്തുമാത്രം സ്കോർ ഉണ്ടാകുന്നു എന്നുള്ളത് നോക്കുക. അപ്പോൾ ആദ്യം ഞാൻ എന്നുള്ള വാക്കിനെ ഇംഗ്ലീഷിൽ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്, എൻ്റെ എന്നുള്ളതിന് ഏത് വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്, എന്നെ എന്നുള്ളതിന് ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം പഠിക്കുക, പഠിച്ചു, കളിക്കുക, കളിച്ചു, സഹായിക്കുക, സഹായിച്ചു, പോവുക, പോയി, നടക്കുക, നടന്നു, വിളിക്കുക, വിളിച്ചു, എഴുതുക, എഴുതി, വരിക, വന്നു, തുറക്കുക, തുറന്നു, അടയ്ക്കുക, അടച്ചു. അങ്ങനെ ഒരു 10 വാക്കുകൾ എഴുതി നോക്കുക. നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താം ഇതിന് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ശേഷം ഒരു വാക്കിനെ എടുക്കുക, പഠിക്കുക എന്നൊരു വാക്കിനെ മാത്രം എടുക്കുക. അതിനെ 12 തരം ആശയങ്ങളാക്കാം. ഓരോ ആശയങ്ങളും നമ്മൾ 2 സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുക എന്നൊരു വാക്കെടുക്കുക. അപ്പോൾ ഞാൻ പഠിക്കാറുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് അഥവാ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അടുത്തത് ഞാൻ പഠനം തുടർന്നു വരികയാണ്, ഞാൻ ഇംഗ്ലീഷ് പഠനം തുടർന്നു വരികയാണ്. അടുത്തത് ഞാൻ പഠിച്ചു, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു. അടുത്തത് ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. അടുത്തത് ഞാൻ പണ്ട് പഠിച്ചിരുന്നു, ഞാൻ പണ്ട് ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. അടുത്തത് ഞാൻ പണ്ട് പഠനം തുടർന്നു വരികയായിരുന്നു, ഞാൻ പണ്ട് ഇംഗ്ലീഷ് പഠനം തുടർന്നു വരികയായിരുന്നു. അടുത്തത് ഞാൻ പഠിക്കും, ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. നെക്സ്റ്റ് ഞാൻ പഠിക്കുകയായിരിക്കും, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും. നെക്സ്റ്റ് ഞാൻ പഠിച്ചിട്ടുണ്ടാകും ഓർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ദ ലാസ്റ്റ് വൺ, ഞാൻ പഠനം തുടർന്നു വരികയായിരിക്കും, ഞാൻ ഭാവിയിൽ ഇംഗ്ലീഷ് പഠനം തുടർന്നു വരികയായിരിക്കും. അപ്പോൾ ഓർത്തു നോക്കുക, ഇത്രയും വാക്കുകളുടെ വാചകങ്ങളാക്കി ആശയങ്ങളാക്കി ഒന്ന് എഴുതി നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായിരിക്കും.